ഹായ് നമസ്കാരം. ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. കുറേ ദിവസമായിട്ടില്ല, ഏകദേശം ഒരാഴ്ചയായിട്ട് ഒരു വീഡിയോ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കിലായിരുന്നു, കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ സാധിക്കാതിരുന്നത്. ഇന്നലെയാണ് മാർക്കോ എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടത്. ഇപ്പോൾ ഗംഭീര സിനിമയാണ് മാർക്കോ എന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടാണ് പോയത്. ഇൻ്റർവെല്ല് വരെ കണ്ടിട്ട് ഗംഭീര സിനിമയൊന്നും എനിക്ക് തോന്നിയില്ല. ഹനീഫ് അദ്നനി സംവിധാനം ചെയ്ത സിനിമയാണ്. അതേപോലെ തന്നെ ഷമീർ മുഹമ്മദ് പ്രൊഡ്യൂസറും, അതേപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ നായകനായിട്ട് അഭിനയിക്കും. ഉണ്ണി മുകുന്ദന് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഉണ്ണി മുകുന്ദനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോ പറയുന്നത്. ഉണ്ണി മുകുന്ദനെ ഇഷ്ടമുള്ള ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ ഈ സിനിമ ഇൻ്റർവെല്ല് വരെ കണ്ടപ്പോൾ വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഒന്നാമത് ഉണ്ണി മുകുന്ദന് ഗംഭീര അഭിനയമൊന്നുമല്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണി മുകുന്ദനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഉണ്ണി മുകുന്ദനൊരു ആക്ഷൻ ഗംഭീരമായിട്ട് ചെയ്യാൻ കഴിവുണ്ട് എന്നല്ലാതെ അഭിനയിച്ച് അല്ലെങ്കിൽ മുഖത്ത് എക്സ്പ്രഷൻസ് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഡയലോഗ് പറയാനും എന്നുള്ള പവറൊന്നും ഉണ്ണി മുകുന്ദന് ഇപ്പോഴും ആയിട്ടില്ല. ഉണ്ണി മുകുന്ദൻ എനിക്കറിയപ്പെടുന്ന ഒരു ഫാമിലിയിലൊരു മെമ്പറാണ്, തൃശ്ശൂരുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലീനൊക്കെ എനിക്കറിയാവുന്നതാണ്. പക്ഷെ ഉണ്ണി മുകുന്ദൻ ഇപ്പോഴും ഒരു വലിയ നടനായിട്ടൊന്നും നമുക്ക് ഒരിക്കലും കരുതാൻ സാധിക്കില്ല. പക്ഷേ ഉണ്ണി മുകുന്ദൻ ഈ സിനിമയിൽ, മാർക്കോ എന്ന സിനിമയിൽ, അദ്ദേഹത്തിന് ആക്ഷൻ ഗംഭീരമാണ്. അതായത് മലയാള സിനിമയിൽ ഏറ്റവും സൂപ്പറായിട്ട് ആക്ഷൻ ചെയ്യാൻ കഴിയുന്നൊരു നടൻ ഉണ്ണി മുകുന്ദൻ മാത്രമേ ഉള്ളൂ. പൃഥ്വിരാജും ഒക്കെ താഴെ നിൽക്കുള്ളൂ. മമ്മൂക്കയുടെ മകൻ ദുൽഖർ വളരെ മോശമാണ് ആക്ഷനിൽ, നമുക്കറിയാം. ഇത്രയും ചെറുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുവരെ സിനിമയിലും ഗംഭീരമായിട്ടൊരു ആക്ഷൻ ചെയ്യാൻ ദുൽഖറിന് സാധിച്ചിട്ടില്ല. അതിൻ്റെ മുകളിലാണ് പൃഥ്വിരാജും അതുപോലെ തന്നെ ഈ പറയുന്ന ഉണ്ണി മുകുന്ദനാണ് മലയാള സിനിമയിൽ ഏറ്റവും സൂപ്പറായിട്ട് ആക്ഷൻ ചെയ്യാൻ അറിയുന്ന വ്യക്തി. പക്ഷേ അഭിനയം അങ്ങോട്ട് പെർഫെക്റ്റായി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അത് സമ്മതിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ സിനിമ പോയി ഇങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോയി ഇൻ്റർവെല്ലായി. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം സിനിമ വേറെ ലെവലിലേക്ക് എത്താം. നമുക്കറിയാം, എല്ലാ സിനിമകളിലും അങ്ങനെ തന്നെയാണ്. ഇൻ്റർവെല്ലിന് ശേഷം നമ്മളിപ്പോൾ പുതിയ കുറച്ച് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഒരു ഫാമിലിനെ ഒരു പറ്റം ആളുകൾ ഇങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്യുന്നതും അതിനെ പ്രതിരോധിക്കുന്നതും കാര്യങ്ങളൊക്കെ. അത് ഇതുവരെ മലയാള സിനിമയിൽ കാണാത്ത ഒരു പവറിൽ തന്നെ ഗംഭീരമായിട്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട, എനിക്ക് വലിയ ഇഷ്ടം തന്നെയാണ് അവനെ, നമ്മുടെ പ്രിയപ്പെട്ട ഹനീഫ് അദ്നനി ഗംഭീരമായിട്ട് തന്നെ ആ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ ദ ഗ്രേറ്റ് ഫാദർ വളരെ ചെറിയ സിനിമ ആയാൽ പോലും ഗംഭീരമായിട്ട് മമ്മൂക്കേനെയും മറ്റുള്ളവരൊക്കെ ബിൽഡ് ചെയ്ത് കാണിക്കാനൊക്കെ ഉള്ളൊരു പവർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചെറുപ്പം പയ്യനാണ്, വലിയ എക്സ്പീരിയൻസും മറ്റുള്ള സംവിധായകർ കൂടെ കുറേ നാൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. തൃശ്ശൂർ ഞാനുണ്ടായിരുന്നു, ഫസ്റ്റ് ഷോട്ടിൽ ഞാൻ ഉണ്ടായിരുന്നു. വടക്കുന്നാഥിന് മുമ്പിൽ നിന്നാണ് മമ്മൂക്കയും അതുപോലെ തന്നെ ഹനീഫ് അദ്നനിയും ഫസ്റ്റ് ഷോട്ട് വയ്ക്കുന്നത്. ആ സിനിമ വമ്പം വിജയമായിരുന്നു. പിന്നീട് അതിന് ശേഷമുള്ള 2 സിനിമകൾ കാര്യമായിട്ട് വിജയിച്ചിട്ടുണ്ട്. മിഖായേലും അതുപോലെ തന്നെ വേറൊരു സിനിമയും കാര്യമായിട്ട് വിജയിച്ചില്ല. പക്ഷേ ഈ സിനിമ ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ണി മുകുന്ദനേക്കാളും ഹനീഫ് അദ്നനിയുടെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഉണ്ണി മുകുന്ദൻ ഗംഭീരമായിട്ടുണ്ട്, ചെറുതായി കാണുന്നില്ല. പക്ഷേ ഉണ്ണി മുകുന്ദൻ ആക്ഷനിൽ നമ്പർ 1 ആണ്. കേരളത്തിൽ നമ്പർ 1 ആണ്, ഇന്ത്യയിൽ നമ്പർ 1 ആണ്. പക്ഷേ അഭിനയം കുറച്ചും കൂടി വരാനുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡെലിവറി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ണി മുകുന്ദന് പോരായ്മകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സിനിമ ഇൻ്റർവെല്ലിന് ശേഷം, ഇൻ്റർവെല്ലിൽ വരെ വലിയ ഗുമ്മൊന്നും ഇല്ല. കുറേ അങ്ങനെ ആക്ഷൻസും വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഇൻ്റർവെല്ലിന് ശേഷം
സിനിമ ഇങ്ങനെ ഗംഭീരമായിട്ട് ചെയ്തു. എന്നാലും അതിഗംഭീര സിനിമയൊന്നുമല്ല, ഫുൾ മാർക്കൊന്നും തരണമെന്നില്ല സിനിമയ്ക്ക്. എന്നാലും ഒരു ആക്ഷൻ സിനിമ എന്നുള്ള രീതിയിൽ ഈ KGF KGF ഒന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ആളാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ട്രെൻഡിങ് ഒന്നും എനിക്ക് അറിയാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് KGF ഒന്നും എനിക്ക് വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ ഈ സിനിമ നമ്മുടെ മലയാളികളുടെ സിനിമ ആയതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു സിനിമ എന്ന് വേണമെങ്കിൽ മാത്രം പറയാൻ പറ്റുള്ളൂ. അത്ര ഗംഭീര സിനിമ എന്ന് എനിക്ക് പറയാൻ ഒരിക്കലും ഞാൻ പറയില്ല. എന്തായാലും സിനിമ ഗംഭീര വിജയമായി. എല്ലാവർക്കും അതിൻ്റെ പിന്നിൽ ക്യാമറ ഗംഭീര ക്യാമറ വർക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ രവി ബസൂറിൻ്റെ BGM അതിഗംഭീരമാണ്. ക്യാമറ, BGM, സംവിധാനം, തിരക്കഥ ഒന്നും ഗംഭീരമല്ല. ഉണ്ണിമുകുന്ദൻ ഈ റോളിൽ മുട്ടാൻ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ആരുമില്ല എന്ന് തെളിയിച്ചു. മലയാളത്തിൽ മാത്രമല്ല, ശരിക്കും വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ വേറെ ആരുമില്ല എന്നാണ് ഉണ്ണിമുകുന്ദൻ കാണിച്ചു തരുന്നത്. എന്തായാലും ഗംഭീര സിനിമയാവട്ടെ. ഞാൻ സിനിമേനെ പറ്റി മറ്റുള്ളവരൊക്കെ അങ്ങനെ പൊക്കിയടിക്കുമ്പോൾ അങ്ങനെ പൊക്കിയടിക്കാൻ വേണ്ടി വന്നതല്ല, ഉള്ള കാര്യം പറയണതാണ്. എബോവ് ആവറേജിന് മുകളിൽ നിൽക്കുന്ന സിനിമയാണ്. വയലൻസ് കുറച്ച് ഓവറാണ്. അതിപ്പോൾ കുറേ സിനിമകൾ ജയിലർ, മറ്റുള്ള സിനിമകളിലൊക്കെ കുറേ സിനിമകൾ കൈദി, അങ്ങനെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. ഫാമിലിനെ അലക്കാൻ വേണ്ടിയിട്ടൊരു ഇത് വരുന്നു, അങ്ങനെ അലക്കണു. അയ്യോ, കൊലപാതകം, വൃത്തികെട്ട രീതിയിലുള്ള ബ്രൂട്ടലായുള്ള കൊലപാതകം നടത്തുന്നു. അത് വലിയ സംഭവമൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സിനിമ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്വന്തം ദാസര തൃശ്ശൂർ.